Okay, so we have to move on to the fifth module. Fifth module is gas turbines. Syllabus കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Yes, sir. കാണാൻ പറ്റുന്നില്ലേ? Yes, sir. So just go through the syllabus. ഒന്ന് ആ syllabus ഒന്ന് just ഒന്ന് വായിച്ചു നോക്കിയാ. ഗ്യാസ് ടർബൈൻസിലുള്ള കാര്യങ്ങൾ ജനറലി fourth module വരെ the topics that we have come across were hardcore topics that have been discussed within the subject fluid machinery for very long. ഒരുപാട് കാലമായിട്ട് ഫ്ലൂയിഡ് മെഷീനറി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇതുവരെ നോക്കുന്നത്. ആൻഡ് ദാറ്റ് ടു കംപ്രസേഴ്സ് അത്ര കോമൺ ടോപ്പിക് അല്ല ഇൻ ജനറൽ ടേംസ്. അതായത് വെൻ വി think about the applications of studying mechanical engineering with respect to general examinations and so നമുക്ക് ഇത് അത്ര ഒരു അതായത് കംപ്രസേഴ്സ് വരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറലി ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടർബൈൻസ് ആൻഡ് പമ്പ്സ്. In addition to that, you have also got compressors along with your syllabus. കംപ്രസേഴ്സ് തന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് പഠിച്ചിട്ടുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫോർ ദം സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾസും ഡയഗ്രംസും പഠിച്ചു. റെസിപ്രോക്കേറ്റിംഗ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ആക്ച്വൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. നൗ about the fifth module, gas turbines usually കണ്ടുവരാറുള്ളത് തെർമൽ എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിലാണ്. ബട്ട് ദിസ് ടൈം അത് നിങ്ങളുടെ ഫ്ലൂയിഡ് മെഷീനറി സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗ്യാസ് ടർബൈൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Now, just go through the syllabus first. Classifications ഉണ്ട്. Then the thermodynamic analysis of gas turbine cycles. അത് ഏതൊക്കെയാണ്? ഓപ്പൺ സൈക്കിൾ, ക്ലോസ്ഡ് സൈക്കിൾ, സെമി ക്ലോസ്ഡ് സൈക്കിൾ. തെർമോഡൈനാമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ദാറ്റ് ടു അബൌട്ട് ഡിഫറെന്റ് തെർമോഡൈനാമിക് സൈക്കിൾസ് ആണെങ്കിൽ നമ്മൾ പണ്ട് തെർമോഡൈനാമിക്സ് പഠിച്ച ഒരുപാട് കാര്യങ്ങളാണ് ഓർത്തിട്ടുണ്ട്. അതായത് എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്, ഐസെൻട്രോപിക് പ്രോസസ്സ്. ഈ നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോസസ്സസ്, തെർമോഡൈനാമിക് സൈക്കിൾസിലെ പ്രോസസ്സ് നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഓർത്തെടുക്കേണ്ടത്. ദെൻ ഐഡിയൽ വർക്കിംഗ് സൈക്കിൾ ഓഫ് എ ഗ്യാസ് ടർബൈൻ, അതാണ് ബ്രൈറ്റൺ സൈക്കിൾ. And related to Brayton cycle, you will have to study in detail about the PV and TS diagram. ഒരുപാട് PV and TS diagrams നമ്മൾ കംപ്രസേഴ്സ് തന്നെ തൊട്ട് മുന്നേ നോക്കിയിട്ടുള്ളതാണ്. Then, with respect to the PV TS diagrams of the Brayton cycle, thermal efficiency of gas turbine. അതിനുശേഷം ഗ്യാസ് ടർബൈൻ്റെ ഉള്ളിലെ കണ്ടൻസ് ആണ് ഈ കംപ്രസർ ടർബൈൻ എല്ലാം പറഞ്ഞത്. സോ with respect to the parts of gas turbine, we have to deal with the efficiencies of those parts also, compressor efficiency, turbine efficiency. And along with efficiency, അല്ലെങ്കിൽ efficiency പഠിക്കുന്നത് നമ്മൾ വർക്ക് ഔട്ട്പുട്ട്
റിലേറ്റ് ചെയ്തിട്ടാണ്. അത് വിത്ത് ആൻഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഡിഫറെന്റ് പാർട്സ്, അതാണ് ഈ വിത്ത് ആൻഡ് വിത്തൗട്ട് കൺസിഡറിങ് മെഷീൻ എഫിഷ്യൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ കമ്പാരിസൺ ഓഫ് ഗ്യാസ് ടർബൈൻ IC എഞ്ചിൻ, അത് ഈ രണ്ടും തമ്മിൽ ഡിഫറൻസസ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ a bit into the details about open cycle gas turbine. അതിനുശേഷം വരുന്ന ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ്, അതായത് ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓർ ദ വർക്കിംഗ് ഓഫ് എ ഗ്യാസ് ടർബൈൻ. അതിനുള്ള 3 ജനറലൈസ്ഡ് പ്രോസസ് ആണ്: റീജനറേഷൻ, ഇന്റർകൂളിംഗ് ആൻഡ് റീഹീറ്റിംഗ് സൈക്കിൾ. അപ്പൊ ഇത് മൂന്നും കൂടി, ഈ 3 അഡീഷൻസ് അല്ലെങ്കിൽ ഓൾട്ടറേഷൻസ് വെൻ വി മേക്ക് വിത്ത് റെസ്പെക്ട് ടു ദ വർക്കിംഗ് ഓഫ് എ ഗ്യാസ് ടർബൈൻ, how are the efficiency and work output affected? ആ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. Then a bit of a concept and theory related to the different types of combustion chambers for the gas turbines. ഈ ഗ്യാസ് ടർബൈൻ കമ്പഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ടോപ്പിക് ഉണ്ട്. ബേസിക്കലി ഗ്യാസ് ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ കമ്പസ്റ്റൻ പ്രോസസ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തുക, നമ്മൾ IC എഞ്ചിന്റെ ഉള്ളിൽ കമ്പഷൻ നടക്കുന്നതെന്ന് പറയാറില്ലേ, അത് തന്നെ. അപ്പൊ ഗ്യാസ് ടർബൈൻ സൈക്കിൾസ് അതിന് യൂസ് ചെയ്യും. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പഷൻ ചേംബേഴ്സ്. അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ പ്രഷർ ലോസസും സ്റ്റെബിലിറ്റി ലൂപ്പും. ദാറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദ കമ്പഷൻ പ്രോസസ് ആൻഡ് കമ്പഷൻ ചേംബേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഗ്യാസ് ടർബൈൻസ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ. ഇതിന്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നില്ല, നമുക്ക് ഇതില് നമ്മൾ ഫേസ് ചെയ്യാൻ വന്നൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇപ്പം വാട്ട് എവർ ഐ ഹാവ് ടോട്ട് യു ടിൽ നൗ, അതായത് അൺടിൽ ദ 4th മൊഡ്യൂൾ, the numericals that we have discussed were purely based on the previous university questions. കാരണം a lot of numericals are there in the reference textbooks. ഞാൻ reference textbooksന്റെ PDFs നിങ്ങൾക്ക് അയക്കാറുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, apart from the notes that I provide. അപ്പൊ ആ PDFs എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ന്യൂമറിക്കൽസ് അതിലുണ്ട്. സോ ഡ്യൂറിങ് ദ ക്ലാസ് ടൈം നമുക്ക് അത്രയും ന്യൂമറിക്കൽസ് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് സിലബസ്, ഓരോ മൊഡ്യൂൾസ് സെക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ടെക്സ്റ്റിന്റെ PDFs അയക്കുന്നത്. ഈ ഗ്യാസ് ടർബൈൻസ് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് ഫ്ലൂയിഡ് മെഷീനറി അതിൽ നോക്കിയാൽ കിട്ടില്ല. അത് കിട്ടാനുള്ളത് തെർമൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. സോ അതുമായി റെഫർ ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ബാങ്ക്സ് അതിന്റെ പ്രിപ്പയർ ചെയ്തത്. ഞാനത് നിങ്ങൾക്ക് ലിങ്ക്വേസിൽ ഷെയർ ചെയ്യും. സോ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ MET 206ന്റെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പോയാൽ കിട്ടൂല, കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി നമുക്ക് ഈ 5th മൊഡ്യൂളിൽ ഫേസ് ചെയ്യേണ്ടി വരും. We'll go with some introduction related to gas turbines. Now we just first introduction like മാത്രം പോവാം.
എന്താണ് ബേസിക്കലി ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ബേസിക്കലി ഗ്യാസ് ടർബൈൻ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പറഞ്ഞു നോക്കട്ടെ. വാട്ട് ഡസ് എ ഗ്യാസ് ടർബൈൻ ഡു? എവിടെയാണ് ഗ്യാസ് ടർബൈൻ യൂസ് ചെയ്യുക? എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പറഞ്ഞോട്ടെ. ഷെയർ ചെയ്ത് നോക്കണ്ട, അല്ലാതെ നിങ്ങൾ കേട്ടത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹലോ. See, gas turbine generally we call it as a combustion turbine also. Basically, one way or the other, we can say about it as an internal combustion engine. IC engine classifications നമ്മൾ ഗ്യാസ് ടർബൈൻ എന്നത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നില്ല. But in some ways, we can relate gas turbine as an IC engine, internal combustion engine. Basically, combustion occurs inside the cylinder. അതാണല്ലോ internal combustion എന്ന് പറഞ്ഞാൽ. Two major parts of the gas turbine എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസറും ഒരു ടർബൈനുമാണ്. And in between them ഒരു combustion chamber ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Yes, sir. Yes, sir. Okay. So major parts എന്ന് പറഞ്ഞാൽ it will be having a compressor and a turbine, and in between them ഒരു combustion chamber കൂടി ഉണ്ടാവും. So see, you can read. A gas turbine is a machine delivering mechanical power or thrust. It does this using a gaseous working fluid. The mechanical power generated can be used by an industrial device. ഈ പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ കുറെ സാധനങ്ങൾ റൺ ചെയ്യാൻ പറ്റും. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Yes, sir. Yes. Applications of gas turbine: aviation, power generation, oil and gas industry, marine propulsion. ജസ്റ്റ് ഇന്നൊരു ഇൻട്രൊഡക്ഷനെ പോകുന്നു. ഞാൻ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾസിലേക്കൊന്നും ഇന്ന് കടക്കുന്നില്ല. ഓപ്പറേറ്റിംഗ് സൈക്കിൾസിൽ കിടക്കുമെന്ന് നമുക്ക് അതിന്റെ ഫിഗേഴ്സ് വരച്ച് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമുണ്ട്. We just go through the introduction today. So, generally മെക്കാനിക്കൽ പവർ ഡെലിവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞത്. ആൻഡ് അത് നമ്മളുടെ ഫ്ലൂയിഡ് മെഷീനറിയിൽ ഉൾപ്പെടുത്താനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഹാസ് എ വർക്കിംഗ് ഫ്ലൂയിഡ്. ഈ വർക്കിംഗ് ഫ്ലൂയിഡിന്റെ മേലെ അഗെയിൻ വർക്ക് വിൽ ബി ഡൺ ഓൺ ദ വർക്കിംഗ് ഫ്ലൂയിഡ്. Then that output we will use for generating power, which can be in turn used to operate other mechanical devices. Simple. അതാണ് ഗ്യാസ് ടർബൈൻ. അതുകൊണ്ടാണ് അത് ഈ ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരാനുള്ള കാരണം. ഫ്ലൂയിഡ് ആണ്. See, efficiency is 20 to 30%, whereas that of steam power plant is 38 to 48%. ആ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ലാർജ് ഇൻഡസ്ട്രിയൽ യൂസേജിന് ഗ്യാസ് ടർബൈൻസ് യൂസ് ചെയ്യാത്തത്. നമുക്ക് നോക്കാം. ഓക്കെ. ഹോട്ട് ഗ്യാസസ് മൂവ് ത്രൂ എ മൾട്ടി സ്റ്റേജ് ഗ്യാസ് ടർബൈൻ. സ്റ്റീം ടർബൈൻ എന്താന്നുള്ളത് നിങ്ങൾ തെർമൽ എഞ്ചിനീയറിംഗിലാണ് പഠിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യണ്ട. Look at the working principle. Air is compressed to high pressure
by a compressor. Then fuel and compressed air are mixed in a combustion chamber and ignited. Hot gases are given off, അതായത് ലെറ്റ് ഓഫ് പുറത്തേക്ക്, വിച്ച് വിൽ സ്പിൻ ദ ടർബൈൻ വീൽസ്. ഞാൻ പറഞ്ഞു രണ്ട് മേജർ പാർട്സ് എന്തായിരുന്നു, കംപ്രസറും ടർബൈനും ആണ്. സോ കംപ്രസറിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്താ ചെയ്യുക, ഫ്യൂവൽ ആൻഡ് ഓൾറെഡി കംപ്രസ്ഡ് എയർ വിൽ ബി മിക്സ്ഡ്. അത് കംപ്രസറിന് പുറത്തേക്ക് വരും, അതിനെ ഒരു കമ്പഷൻ ചേംബറിലേക്ക് വിടും, അവിടുന്ന് അത് ഇഗ്നൈറ്റ് ആവും. ആ ഇഗ്നൈറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന എന്താ, ഹോട്ട് ഗ്യാസസ് വിത്ത് ഹൈ പ്രഷർ പുറത്തേക്ക് വരും. ദാറ്റ് വിൽ ബി ലെഡ് ടു എ ടർബൈൻ. ടർബൈനിൽ എന്താ ഉള്ളത്, റോട്ടർ ഉണ്ട്, റൊട്ടേറ്റിംഗ് വീൽസ് ഉണ്ട്, അല്ലെ ഇമ്പല്ലേഴ്സ് ഉണ്ട്. സോ ദീസ് ഹൈ പ്രഷർ ഹോട്ട് ഗ്യാസസ് വിൽ സ്റ്റാർട്ട് സ്പിന്നിങ് ദ വീൽസ് ഓഫ് ദ ടർബൈൻ. ഇതാണ് ബേസിക് വർക്കിംഗ്. Now gas turbines burn fuel such as oil, natural gas and pulverized coal. Oil, coal, natural gas. Three main parts are air compressor, combustion chamber, turbine. Air compressor എന്ന് പറയുന്നില്ല, compressor ആണ്. അതിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എയർ ആണെങ്കിൽ it becomes an air compressor. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. So basically energy is added in terms of ഞാൻ ഏതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ, energy will be added to the gas flowing as a stream in the combustion. കംപ്രസറിന് വരുന്ന ഹൈ പ്രഷേർഡ് ഫ്ലൂയിഡിന് മേലേക്ക് കമ്പസ്റ്റൻ ചേംബറിൽ എന്താണ്, എനർജി അഡിഷൻ ആണ്. ബിക്കോസ് അവിടെ മിക്സ്ചർ ഓഫ് ഫ്യൂവലും കൂടി ഉണ്ടായിട്ട് അതിന് ഇഗ്നേറ്റ് ചെയ്യും. ഇൻ ദിസ് ഹൈ പ്രഷർ എൻവയോൺമെന്റ് ഓഫ് ദ കംപ്രസർ, കമ്പഷൻ ടെമ്പറേച്ചർ, ഈ ഫ്യൂവലിന്റെ കമ്പഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ ദ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ, അതായത് കമ്പഷന് ശേഷം വരുന്ന പ്രൊഡക്ട്സ് ആർ ഫോഴ്സ്ഡ് ഇൻ ടു ദ ടർബൈൻ സെക്ഷൻ. There the high velocity and volume of the gas അല്ലെങ്കിൽ gas flow is directed through അത് generally നമ്മൾ എപ്പോഴും see, just remember the figures about the turbines that we have studied. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ച പെൽട്ടൺ ടർബൈനെ പറ്റി ഒന്ന് ആലോചിക്കുക. പെൽട്ടൺ ടർബൈനിലേക്കൊക്കെ എപ്പോഴും അത് that was a hydraulic machine. Even though it's a hydraulic machine, അതിലേക്ക് ഫ്ലോയിങ് ജെറ്റ് ഓഫ് വാട്ടർ വരുന്നത് ഒരു നോസിലൂടെയാണ്. സിമിലർലി ഇവിടെയും ഈ കമ്പസ്റ്ററിന് പുറത്തേക്ക് വരുന്ന പ്രൊഡക്ട്സ്, ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഹൈ പ്രഷർ, അതിന്റെ ആ പ്രൊഡക്ട്സ്, അതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ത്രൂ എ നോസിൽ ആൻഡ് ദെൻ ടു ദ ടർബൈൻ ബ്ലേഡ്സ്. നോസിലിന് പുറത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നോസിലിന്റെ ഏരിയ ഡിക്രീസ് ചെയ്യുന്നുണ്ട് ലെങ്ത് കൂടുമ്പോൾ. സോ പ്രഷർ വിൽ ബി ഇൻക്രീസ്ഡ്. സോ ദാറ്റ് പ്രഷേർഡ് ഫ്ലൂയിഡ്, ഇവിടെ എയർ ആണെങ്കിൽ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ആണത്, will be run over the turbine blades, which will in turn spin the turbine. A spinning of turbine will drive the mechanical output. അതിന്റെ പുറത്ത്, അതായത് ടർബൈന്റെ ഷാഫ്റ്റുമായിട്ട് വേറെ എന്താണോ കപ്പിൾ ചെയ്തിട്ടുള്ളത് അത് അതിലൂടെ കറങ്ങാൻ പറ്റും. സോ ദി എനർജി ഗിവൺ അപ്പ് ടു ദ ടർബൈൻ, അത് എവിടുന്ന് വരുന്നതാണ്, ഫ്രം ദ reduction in temperature and pressure of the exhaust gas. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്നുണ്ടോ നിങ്ങൾക്ക്? ഒറ്റ സെക്കൻഡ്, ഷെയറിങ് സ്റ്റോപ്പ് ആയി പോയിട്ടോ. ഒരു മിനിറ്റ്.
ഇപ്പൊ കാണുന്നില്ലേ? Yes, sir. Okay, look at the classifications. In the classifications, ഒന്ന് നോക്ക്. മേജർ ആയിട്ട് എന്താ? ഓപ്പൺ സൈക്കിൾ, ക്ലോസ് സൈക്കിൾ. ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. More classifications are there. See, basically, classifications പറഞ്ഞാൽ different criteria can be applied for classification. For example, on the basis of applications, if you are classifying gas turbines on the basis of applications, we can classify the gas turbines basically into gas turbines which will be used in power plants. Power plants like use ചെയ്യുന്ന gas turbines ആണെങ്കിൽ ഹൈ ലോഡ് പവർ വരുന്ന ഗ്യാസ് ടർബൈൻസ് ഉണ്ട്, ബേസിക് അല്ലെങ്കിൽ ബേസ് ലോഡ് പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പവർ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻസ് ഉണ്ട്. സോ ദീസ് ആർ ഫ്യൂ ടൈപ്സ് ഓഫ് ഗ്യാസ് ടർബൈൻസ് based on the application. Further, aircraft യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻ, ലോക്കോമോട്ടീവ് എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻ, മറൈൻ എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻ. So these are the classifications of gas turbines based on applications. But the thermodynamic systems that are used, if we classify the gas turbines based on that, appadana namukku ee major classification varunathu. Open cycle gas turbine and closed cycle gas turbine. Semi closed type undu. That's not that very common, but still major classifications based on the system are open cycle gas turbine, closed cycle, semi closed. വീണ്ടും ഉണ്ട്. Based on if you are what are the fuel used for combustion, based on that we can further classify gas turbines: liquid fuel, solid fuel, gas fuel. അതിന്റെ ബേസിലും ക്ലാസിഫൈ ചെയ്യാം. പിന്നെ one of the other major classifications is based on the working cycle. Gas turbine working cycle. Gas turbine working cycle base ചെയ്തിട്ട് പറഞ്ഞാൽ രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ കമ്പഷൻ, അതായത് നടുക്കുള്ള കമ്പഷൻ ചേമ്പറിലെ കമ്പഷൻ ഹാപ്പൻസ് ഇൻ കോൺസ്റ്റന്റ് പ്രഷർ. അതിനെ നമ്മൾ ബ്രൈറ്റൺ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ എന്ന് പറയും. അത് വൺ വർക്കിംഗ് സൈക്കിൾ ഓഫ് എ ഗ്യാസ് ടർബൈൻ ആണ്, ഒരു രീതിയിലുള്ള വർക്കിംഗ് സൈക്കിൾ. ഇനി അതേ കമ്പഷൻ if it is occurring at constant volume, then the gas turbine cycle is known as Atkinson cycle. ATKINSON, Atkinson cycle എന്നും പറയും. മനസ്സിലാവുന്നുണ്ടോ? Yes, sir.
See, basically ഒരു ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. It has a part compressor, it has a combustor. Combustor എന്ന് പറഞ്ഞാൽ കമ്പഷൻ ചേംബർ തന്നെയാണ്. പിന്നെ ഒരു ടർബൈൻ ഉണ്ട്. ഇത്രയാണ് ഗ്യാസ് ടർബൈൻ്റെ പാർട്സ്. അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് പോകുന്നതാണ് അവിടെ ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. കാണുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് അതൊന്ന് റഫായിട്ടൊന്ന് വരച്ചെടുത്തോ, പാർട്സ് മാത്രം. കാരണം ഇനി അങ്ങോട്ടുള്ള എക്സ്പ്ലനേഷൻസ് വിൽ ബി ബേസ്ഡ് ഓൺ ദീസ് പാർട്സ്. ഇതിനെ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കമ്പഷൻ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ഗ്യാസ് ടർബൈൻ സൈക്കിൾസ് ഒക്കെ പഠിക്കാൻ പോകുന്നത്. So, we were discussing about the gas turbine classifications. So, based on the cycles, two major classifications are open and closed. Now, the open cycle gas turbine plant. Here, the atmospheric air is charged into the combustor through a compressor, and the exhaust of the turbine also discharged to the atmosphere. രണ്ടു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ബട്ട് ക്ലോസ്ഡ് സൈക്കിളിൽ എന്താ? ദ മാസ് ഓഫ് എയർ ഈസ് കോൺസ്റ്റന്റ് ഓർ അനദർ സ്യൂട്ടബിൾ ഗ്യാസ് യൂസ്ഡ് ആസ് വർക്കിംഗ് മീഡിയം സർക്കുലേറ്റ്സ് ത്രൂ ദ സൈക്കിൾ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അതായത് ഒരു പ്രാവശ്യം ഇൻലെറ്റ് കംപ്രസറിന് ഇൻലെറ്റിലേക്ക് വന്ന എയർ തന്നെയാണ് ആഫ്റ്റർ വൺ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ വീണ്ടും വരുന്നത്. അനദർ സെറ്റ് ഓഫ് ഫ്രഷ് എയർ അല്ല വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, സോ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇതാണുള്ളത്. വാട്ട് വിൽ ഡു ഈസ് നാളെ മുതൽ നമുക്ക് ആ ഐഡിയൽ ബ്രേറ്റൺ സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം.